ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 2026 കഷ്ടാനുഭവ ആഴ്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മളായിരിക്കുകയാണല്ലോ. ദുഃഖശനിയാഴ്ച അല്ലെങ്കിൽ അറിയിപ്പിൻ്റെ ശനിയാഴ്ച എന്ന് പറയുന്ന ഈ ദിവസം ആരാധനാ പാരമ്പര്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. സകല പരേതരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണല്ലോ ഈ അറിയിപ്പിൻ്റെ ശനിയാഴ്ച. യേശുക്രിസ്തു ആത്മലോകത്ത് പോയി പരേതാത്മാക്കളോട് സുവിശേഷം അറിയിച്ചു എന്നുള്ളതാണ് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 1-ാം ലേഖനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. ആ വിശ്വാസത്തിലും ആ പാരമ്പര്യത്തിലും ഇന്ന് പരേതരുടെ ദിവസമായി, അവരെ ഓർക്കുന്ന ദിവസമായി നമ്മൾ കാണുകയാണ്. കർത്താവ് കാൽവറിയിൽ യാഗമായി അർപ്പിക്കപ്പെടുകയും യേശുക്രിസ്തുവിൻ്റെ മൃതശരീരം പൂർണ്ണ യഹൂദ ബഹുമതികളോടുകൂടി കബറടക്കപ്പെടുകയും ആരെയും ഒരിക്കലും വച്ചിട്ടില്ലാത്ത പുതുതായി വെട്ടപ്പെട്ട കല്ലറയിൽ അടക്കം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. സാധാരണ യഹൂദ പാരമ്പര്യത്തിൽ പിതാക്കന്മാരുടെ കല്ലറയിൽ പിൻതലമുറയെ അടക്കുന്ന പാരമ്പര്യമാണ്. ആ കല്ലറയിലാണ് മക്ഫേല ഗുഹയിൽ അബ്രഹാം മുതൽ പിന്നെ ഇങ്ങോട്ടുള്ള തലമുറകളെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണല്ലോ നാം മനസ്സിലാക്കുന്നത്. യാക്കോബിനെ ഈജിപ്തിൽ നിന്ന് അവിടെ വെച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ പൂർണ്ണ ബഹുമതികളോടുകൂടി ഹെബ്രോനിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്ത കഥയൊക്കെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കം ചെയ്യുമ്പോൾ ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത പുതിയ കല്ലറയിൽ യേശു ക്രിസ്തുവിനെ അടക്കം ചെയ്തു എന്നുള്ളതും നമ്മൾ രേഖപ്പെടുത്തുന്നു. അവന് ഭൂമിയിൽ പിതാവില്ലായിരുന്നല്ലോ. ഭൂമിയിൽ അവൻ പിതാവില്ലായിരുന്നല്ലോ. സ്വർഗത്തിലെ പിതാവിൻ്റെ പുത്രനായി മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു ആ മനുഷ്യാവതാരത്തിൽ തൻ്റെ ശരീരം വേർപെടുമ്പോൾ ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത കല്ലറയിലടക്കം ചെയ്യപ്പെട്ടു. അവൻ്റെ ആത്മാവ് യേശു ക്രിസ്തു ആത്മലോകത്ത് പരേതാത്മാക്കളോടുകൂടി ആയിരുന്നു എന്നുള്ളത് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 1-ാം ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നാം ഈ ദുഃഖശനിയാഴ്ച അറിയിപ്പിൻ്റെ ശനിയാഴ്ചയായി, അറിയിപ്പിൻ്റെ ശനിയാഴ്ച, സുവിശേഷം അറിയിച്ച ക്രിസ്തു പരേതാത്മാക്കളോട് സുവിശേഷം അറിയിച്ച ദിവസമായി വിശ്വസിക്കുകയും ആ രീതിയിൽ നമ്മുടെ അനുഷ്ഠാനങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഓരോ ക്രിസ്ത്യാനിയും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവനുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ് കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ ഈ ഭൂമിയിൽ നിന്ന് 2-ാമത്തെ വരവ് വരെ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചുപോയവർ എവിടെയാണ് എന്നുള്ളത്. അതിൻ്റെ വ്യക്തമായ അർത്ഥമാണ്, അതിൻ്റെ വ്യക്തമായ ഉത്തരമാണ് ഈ വേദഭാഗത്ത് അല്ലെങ്കിൽ ഈ സംഭവത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ആത്മലോകത്ത് യേശു ക്രിസ്തു അവരോടൊപ്പം ആയിരുന്നു എന്നുള്ളത്. ക്രിസ്തു തൻ്റെ ശരീരത്തിൽ നിന്നും തൻ്റെ പ്രാണൻ വേർപെട്ടപ്പോൾ ആത്മലോകത്ത് പോയി സകല പരേതരാത്മാക്കളോട്, എബ്രായ ലേഖനത്തിൽ സാക്ഷികളുടെ വലിയ സമൂഹമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന, സാക്ഷികളുടെ വലിയ സമൂഹമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സമൂഹത്തോടു കൂടി കർത്താവ് ആയിരുന്നു. ഈ ലോകത്തുള്ള നമ്മളൊക്കെ സാക്ഷികളുടെ ചെറിയ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മളെ നോക്കിക്കൊണ്ട് യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞത്, ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് ക്രിസ്തു പറഞ്ഞു. ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ചെറിയ കൂട്ടായ്മയാണ്. എന്നാൽ ഈ ലോകത്തിൽ നിന്നും മരണം മൂലം വേർപെട്ട് ആത്മലോകത്തായിരിക്കുന്ന വലിയ കൂട്ടായ്മയുണ്ടെന്നും അവിടെ യേശു ക്രിസ്തുവും തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിൽ ഭാഗമായി ക്രൂശി മരണം സംഭവിച്ച് പ്രാണനെ ശരീരത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞപ്പോൾ അവിടെ പോയി അവരോടൊപ്പം ആയിരുന്നു എന്നുള്ളതും നമ്മെ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം, മരണത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതാവസ്ഥയിൽ ജീവിതാവസ്ഥ എവിടെയാണെന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതി കൂടിയാണ് ദുഃഖശനിയാഴ്ച നമുക്ക് നൽകുന്ന ഈ സന്ദേശം. കർത്താവിൽ വാത്സല്യമുള്ളവരെ, പുതിയ ഉയർപ്പ് പ്രവേശിക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാകുമ്പോൾ ആത്മലോകത്തിൽ നിന്ന് പ്രാണനെ
തൻ്റെ ശരീരത്തിലേക്ക് വീണ്ടും അതിലേക്ക് പ്രവേശിച്ച് ഉയർത്തെഴുന്നേറ്റ് ഉയർപ്പ് പെരുന്നാളിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാകുമ്പോൾ മരണത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതാവസ്ഥ ശ്രേഷ്ഠവും അനശ്വരവുമായ ജീവിതത്തിലേക്കാണ് എന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതും പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഈ ഉയർപ്പ് പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.